ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസാണ് കേട്ടോ കാണുന്നത്. ഇതിൻ്റെ സൈഡ് എന്താ ഇങ്ങനെ ഏങ്കോണിച്ചിരിക്കണേന്ന് ആരും കരുതണ്ട. അത് കപ്പ് ഡി സൈസാണ്, 40 കപ്പ് ഡി സൈസാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര 2 ഇഞ്ച് 2.5 ഇഞ്ചോളം കൂടുതലാണ് അവിടെ എടുത്തിരിക്കുന്നത്. എങ്കിലേ കപ്പ് ബ്ലൗസിന് കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പേൾ പെയിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്ലൗസാണ് തയ്ക്കുന്നത്. ഒരു വെറൈറ്റി പഫ് സ്ലീവൊക്കെ ആയിട്ട്. ബ്ലൗസിൻ്റെ ബാക്കിൽ ഫുൾ ലെങ്ത്ത് 15.75, ആം ഹോള് 6.75. യോക്ക് വന്നിട്ട് 7 ഇഞ്ചാണ് കേട്ടോ. ഷോൾഡർ 3.25 ഇഞ്ച് വേണം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് നെക്ക് 9 ഇഞ്ചാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. ബാക്ക് നെക്ക് 3.5 ഇഞ്ച് യു ഷേപ്പ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ റൗണ്ട് നെക്കിൻ്റെ ഷേപ്പ് കൊടുത്തിട്ട് അവിടുന്ന് താഴേക്കാണ് ആ ഒരു ഗോബി പോലുള്ള ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്കിൽ ബ്രസ്റ്റ് 10.5 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ചെസ്റ്റ് 8.25 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് എടുത്തിരിക്കുന്നത്. ബാക്കിൽ ഇപ്പോൾ ഞാൻ താഴെ ടക്ക് ഇടുന്നില്ല കേട്ടോ. ഇതിന് സ്ലീവിൻ്റെ ലെങ്ത്ത് സാധാരണ എടുക്കുന്നത് 11 ആണ്. 11 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തെടുക്കും. അപ്പോൾ മുട്ടിൻ്റെ ഏകദേശം മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു 6.25 6.5 ആയാലും കുഴപ്പമില്ല. 6.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് എടുക്കുന്നത്. ലൈനിങ് ഒക്കെ ജോയിൻ ചെയ്ത ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് നെക്ക് അടിക്കലാണ്. നെക്ക് അടിച്ച് മറിച്ച് ബാക്ക് പീസിൻ്റെ നെക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് താഴെയുള്ള പട്ട പിടിപ്പിച്ചിട്ട് പതിച്ചടിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിന് ടക്കിടാത്തത് കാരണം വേഗം തന്നെ ഈ നെക്ക് അടിച്ച ശേഷം ആ ബാൻഡ് പിടിപ്പിക്കാവുന്നതാണ് ബാക്ക് പീസിൻ്റെ. അപ്പോൾ ഈ ബാക്ക് നെക്കിൻ്റെ ഈ റൗണ്ട് നെക്ക് വരുന്നതിൻ്റെ അവിടെ ഒരു ഹുക്ക് പിടിപ്പിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഷോ ബട്ടൺ എന്തെങ്കിലും പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെ ആവാം. അതല്ലെങ്കിൽ ഹുക്ക് മറ്റേ ക്ലോത്തിൻ്റെ തന്നെ ഹുക്ക് പോലെ പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഞാൻ വെറുതെ ചുമ്മാ ഹുക്ക് മാത്രമേ പിടിപ്പിച്ചിട്ടുള്ളേ. ബാക്ക് നെക്ക് പിടിപ്പിച്ച ശേഷം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ അത് നന്നായിട്ട് മറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ആ പോയിൻറ്റുകളൊക്കെ പോയിൻറ്റിൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു തുണി കോർണർ ഭാഗത്ത് കുറച്ച് കൂടുതലുണ്ടാവും. അത് കുറച്ച് വെട്ടിക്കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇങ്ങനെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാനായിട്ട്. അതിന് ശേഷം അത് മറിച്ചെടുക്കുക. പോയിൻറ്റുകളൊക്കെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുത്തിയിട്ട് പെൻസിലോ സ്ക്രൂ ഡ്രൈവർ അങ്ങനെ അല്ലെങ്കിൽ പേൾപ്പിനോ എന്തെങ്കിലും വെച്ച് കുത്തി അത് നേരെ നിർത്തിയ ശേഷം വേണം പതിച്ചടിക്കാനായിട്ട്. 2 തവണ പതിച്ചടിക്കും കേട്ടോ. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരടി പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ പതിച്ചടിക്കൽ കഴിഞ്ഞ ശേഷമായിരിക്കണം ഹെമ്മിങ് ചെയ്യൽ, അല്ലെങ്കിൽ ആ സ്റ്റിച്ച് വിട്ടു പോകും. അടുത്തത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യണം. ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ടക്സൊക്കെ ഇടുന്നത്. ആദ്യം മെയിൻ ടക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ മെയിൻ ടക്ക് എത്രയാണ് പിടിക്കേണ്ടതെന്നുള്ളത് നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. 2.25 ഇഞ്ചാണ് ഇതിന് പിടിക്കുന്നത്. അപ്പോൾ 2.25 2.25 5.5 എടുത്തെങ്കിൽ കപ്പ് സൈസ് ഡി കപ്പ് സൈസ് കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ ഫ്രണ്ട് പീസിൻ്റെ ടക്സ് ഇടലൊക്കെ കഴിഞ്ഞ ശേഷമാണ് സ്ലീവ് ചെയ്തത്. സാധാരണ സ്ലീവിലെടുക്കുന്ന തുണി 6.5 ഇഞ്ച് നീളത്തിൽ 8.5 ഇഞ്ച് വീതിയിലും ആണ് കേട്ടോ ഞാനിത് എടുത്തിരിക്കുന്നത്. 4 പീസ്. അതുപോലെ തന്നെ സെൻറ്ററിൽ പ്ലീറ്റ്സ് ഇടാനുള്ള അതിൻ്റെ ഇരട്ടി വീതിയിലാണ്, അതേ സെയിം നീളത്തിൽ തന്നെയാണ് ഈ ഗ്രീൻ കളറിലെ തുണി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്ലീവിൻ്റെ ഫുൾ ലെങ്ത് അല്ല നമ്മളിത് എടുക്കുന്നത്. ബോർഡർ കഴിച്ചിട്ട് ബാക്കി ഭാഗം എത്ര വേണോ അതനുസരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് ഈ സെൻറ്ററിൽ വെക്കുന്ന പീസ് 4 ഇഞ്ച് വലുപ്പത്തിലാണ് കേട്ടോ പ്ലീറ്റ്സ് ഇടുന്നത്. പ്ലീറ്റ്സ് ഇട്ടിട്ട് താഴെയും അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇടണം. എന്നിട്ടിത് അയൺ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അയൺ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേ സിൽക്കിലോ ഇപ്പോൾ ഏത് മെറ്റീരിയലാണോ അയൺ ചെയ്യുന്നത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇതെടുക്കാനായിട്ട്, അയൺ ചെയ്യാനായിട്ട്. എനിക്ക് ഒരബദ്ധം പറ്റി. ഞാൻ ചൂട് കുറച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വല്ലാണ്ട് കുറച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും നേരം തേച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ പ്ലീറ്റ്സ് അങ്ങോട്ട് ശരിക്കും അമർത്തി വെച്ച് തേച്ചപ്പോഴേക്കും ഒരു സ്ലീവ് കുഴപ്പം വന്നില്ല, ഒരു സ്ലീവ് അങ്ങ് കരിഞ്ഞ് കയറി പിടിച്ച്. പിന്നെ രണ്ടാമത് സാരിയിൽ നിന്ന് വെട്ടിയെടുത്തിട്ടാണ് ഈ സ്ലീവ് കംപ്ലീറ്റ് ചെയ്തത്. ഇത് പിടിപ്പിച്ച ശേഷം അതിൻ്റെ സൈഡിലത്തെ പീസും കൂടെ ജോയിൻ ചെയ്ത് അതും ഒരു പ്ലീറ്റ്സ് ആക്കി വെച്ച ശേഷമാണ്
സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിന് വെട്ടിയെടുത്തത്. എന്നിട്ട് ബോർഡർ പിടിപ്പിച്ചു. ഇത് വീതിയുള്ള ബോർഡറാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല വീതിയിലിട്ടാണ് അത് പിടിപ്പിച്ചത്. അതായത് സ്ലീവിൻ്റെ പകുതി നീളം പഫിനും പകുതി നീളം ബോർഡറിനുമായിട്ടാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. സ്ലീവ് പിടിപ്പിച്ചതിന് ശേഷം ബോഡിയിലോട്ട് അറ്റാച്ച് ചെയ്തു. അതിനുശേഷം സൈഡ് അടിച്ചു. അതോടുകൂടി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് തീരും. അങ്ങനെ അളന്നൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടെ കറക്റ്റ് ചെയ്തതിന് ശേഷം 2 സൈഡും 1.5 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ഇട്ടിട്ട് 3 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് സൈഡ് ഉള്ളിലെ തയ്യൽ തുമ്പെല്ലാം ഓവർലോക്ക് ചെയ്തു. ഓവർലോക്ക് ചെയ്ത ശേഷം കഴുത്തിൻ്റെയും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ഹെമ്മിങ് ചെയ്ത് ഹുക്ക് പിടിപ്പിച്ചു. അപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇട്ടിട്ടുള്ള ഇതും കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.